ആത്മീയ ആയുധങ്ങളെ കുറിച്ച് ഒന്ന് പറയാവേ. ഒന്ന് വചനം തന്നെയാണ്. 2 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. 3 സെയിന്റ് മൈക്കിൾസ് പ്രയറും. 4 യൗസേപ്പിതാവിനുള്ള പ്രാർത്ഥനയുമാണ്. എന്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ ഇത് 4ഉം വളരെ വളരെ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് എന്റെ ക്ലാസ്, ഞാൻ സ്റ്റുഡന്റ് ആണല്ലോ, അപ്പൊ എന്റെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നത് പോലെ സംസാരിക്കുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഒന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, പെട്ടെന്ന് എന്ത് പറ്റി, ഞാൻ പറയുന്നതിനെല്ലാം എതിരായിട്ടാണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു. പെട്ടെന്ന് ഞാൻ ഇവ കണ്ണടച്ചിട്ട് ഞാൻ എഫേസോസ് 6-ാം അധ്യായം 10 മുതൽ 17 വാക്യങ്ങളുണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടേ. അത് ഞാനൊന്ന് പറഞ്ഞു. അത് പറഞ്ഞത് കഴിഞ്ഞ അടുത്ത സെക്കൻഡ് മുതൽ ആ കുട്ടിയിൽ ഞാൻ വലിയൊരു ചേഞ്ചാ കണ്ടത്. പിന്നെ ആ കുട്ടി എന്നോട് വളരെ നല്ലപോലെ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ആ ടെൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് അത് മാറി. അങ്ങനെ ഇതുപോലെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഞാൻ ഈ വചനം കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈശോ എനിക്ക് ഇങ്ങനെ പല രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് പതുക്കെ പതുക്കെ സംസാരിക്കുന്നത് കാണാം. രണ്ടാമത്തേതാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന. സാത്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന പ്രാർത്ഥന എന്നാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതിങ്ങനെ കൂടെ കൂടെ ചൊല്ലുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വിശുദ്ധി നിറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ ഉള്ളിലെ കുറവുകളെല്ലാം നിറവുകളാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. മൂന്നാമത്തേതാണ് സെയിന്റ് മൈക്കിൾസ് പ്രയർ. എനിക്കൊരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, വെള്ളം കുടിക്കുന്നത് പോലെ സെയിന്റ് മൈക്കിൾസ് പ്രയർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന്. അപ്പോൾ എനിക്കിത് അറിയത്തില്ലായിരുന്നേ. എന്റെ ഫ്രണ്ട്, ഞാനിങ്ങനെ ആദ്യമായിട്ട് ഈശോനെ അറിയാൻ തുടങ്ങിയ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു തന്നു, സെയിന്റ് മൈക്കിൾസ് പ്രയർ വിചാരിക്കുന്നതല്ല കേട്ടോ, ഭയങ്കര പവർഫുൾ ആണ്. ഞാൻ 8th ഗ്രേഡിൽ പഠിച്ചോളുന്ന സമയത്ത്. അങ്ങനെ ഞാൻ ശരി പ്രാർത്ഥിക്കാം എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഒരു വട്ടം എനിക്ക് ക്രിസ്മസ് ഫ്രണ്ടിന് എന്റെ ഒരു കസിൻ ഇങ്ങനെ എനിക്ക് കിട്ടിയ ഫാമിലിയിൽ ഇങ്ങനെ ഇട്ടപ്പോ എനിക്ക് ഈ സെയിന്റ് മൈക്കിൾസ് പ്രയർ ഫ്രെയിം ചെയ്ത് എനിക്ക് തന്നു. അങ്ങനെ എനിക്കൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ എന്റെ റൂമിൽ ഒരു സൈഡിൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നോക്കി ഞാൻ ഇങ്ങനെ വെറുതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വെറുതെ വായിക്കാൻ തുടങ്ങി. വായിച്ച് അതിന്റെ പവർ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. ദൈവം ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരാളെ ഇങ്ങനെ വിടുന്ന പോലെ തോന്നി. എന്റെ സിസ്റ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവരെന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ അവരിങ്ങനെ കണ്ണടച്ച് മിക്കേൽ മാലയ്ക്ക് ഓടി വരണേ എന്ന് പറയുമ്പോൾ ആ പ്രശ്നം നമ്മളുടെ മുമ്പിൽ നിന്ന് ഇല്ലാണ്ടാവുന്നത് അവരിങ്ങനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ 4ാമതെന്ന് വെച്ചാൽ യൗസേപ്പിതാവിന്റെ പ്രാർത്ഥന. പരിശുദ്ധ അമ്മ കഴിഞ്ഞ് സാത്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരാള് യൗസേപ്പിതാവ്. കാരണം യൗസേപ്പിതാവ് ഭയങ്കര മൗനമായിരുന്നു, അധികം കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. സാത്താന് സത്യം പറഞ്ഞാൽ യൗസേപ്പിതാവിനെ കുറിച്ച് ഒരു നോളജും ഇല്ല. അദ്ദേഹം എന്താണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് ഒന്നും അറിയില്ല. അവനെ ഭയങ്കര പേടിയ യൗസേപ്പിതാവിന്. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റോ എവിടെയെങ്കിലും ഒരു വഴക്കം ഉണ്ടാവുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഞാൻ ഇങ്ങനെ കാണുക, പെട്ടെന്ന് യൗസേപ്പിതാവിന്റെ ഈ ജപം അങ്ങ് ചെല്ലും. നോർമലി കൊന്ത കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലിയാ പഠിച്ചത്. അങ്ങനെ അത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ തന്നെ 4 ആത്മീയ ആയുധങ്ങളാണ് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത്. പക്ഷെ